ഇന്ന് നമ്മ വൈകുന്നേരത്തെ ചായക്കടിക്ക് കുമ്പളപ്പായിരുന്നു ട്ടോ ഉണ്ടാക്കിയത്. പ്ലാവിന്റെ ഇല കോണ് രൂപത്തിലാക്കിയിട്ട് ഈർക്കലോണ്ട് കുത്തി വെച്ചിട്ട് പിന്നെ അതിലേക്ക് പത്തിരിപ്പൊടി കുഴച്ചതും പിന്നെ തേങ്ങയും ശർക്കരയും ഒക്കെ കൂടെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് ആവിയിൽ വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു 5-6 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഡ്ഡലിത്തട്ടിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എടുത്തു നോക്കിയപ്പം എല്ലാം നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നേരെ ഒരു പ്ലേറ്റിക്ക് മാറ്റി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് രാത്രിയൊക്കെ ആയപ്പോൾ ഞാനും അമ്മയും കൂടെ ബാലുശ്ശേരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നാണ് ബാലുശ്ശേരിയുള്ള ചിറക്കൽക്കാവ് അമ്പലത്തിൽ ഉത്സവം അവസാനിക്കുന്ന ദിവസം. അപ്പം ഇന്നാണ് താലപ്പൊലിയും എഴുന്നള്ളത്തൊക്കെ ഇന്നാണ്. അപ്പം ഞങ്ങളത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബാലുശ്ശേരി എത്തിയപ്പോൾ. അപ്പം ഇങ്ങനെ വരവ് അമ്പലത്തിൻ്റെ അടുത്തെത്താനായി ഇങ്ങനെ കയറാനുള്ള അത്ര അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി കുറച്ച് മുന്നിക്ക് സൈഡാക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ നിന്ന ഭാഗത്തൂടെ ഇരുന്ന് വരവ് വരുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത് മുറിച്ച് അമ്പലത്തിലേക്ക് കടക്കണം, റോഡ് മുറിച്ച് കടക്കണം. അപ്പം അങ്ങനെ 2 ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ വരവ് എന്ന് പറയുന്നത്. ഇതെന്തോ വണ്ടിയിലൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു വന്നത്. പിന്നെ കുറച്ച് അതൊക്കെ നോക്കിന്ന് അമ്പലത്തിൽ കയറലും പിന്നെ റൂട്ടുമേൽ തിരക്കോടെ തിരക്കിയിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഒക്കെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.